നമ്മൾ പോകുന്നത് UAE-യിലേക്കാണ്. അവിടെ പെരുമഴ പെയ്യുകയാണ്. മഴ മാറിയിട്ടുണ്ട് തൽക്കാലത്തേക്ക്, പക്ഷേ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല UAE-യിൽ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. ദുബായ് മെട്രോ സർവീസും തടസ്സപ്പെട്ടു. അരുൺ പാറാട്ട് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി. അരുൺ, 75 വർഷത്തിനിടയിൽ ഏറ്റവും കനത്ത മഴയാണ് ദുബായിൽ പെയ്തത്. ഇന്നിപ്പോൾ മഴയ്ക്ക് ചെറിയ ശമനമുണ്ട് എന്ന് പറയുമ്പോഴും വെള്ളക്കെട്ട് അതിപ്പോഴും അത് മാറ്റാനായിട്ടില്ല. അതിനൊക്കെയുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മോളുകളിലും ഒക്കെ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുള്ള സാഹചര്യമാണല്ലോ. അനുജ, തീർച്ചയായും അനുജ പറഞ്ഞതുപോലെ തന്നെ UAE-യിൽ മഴ മാറി ആകാശം തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ മഴ ബാക്കിയാക്കിയിട്ടുള്ള ഈ ദുരിതങ്ങൾക്ക് അയവില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യമെങ്ങും കെട്ടിടങ്ങൾക്കിടയിലും റോഡുകളിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോയിട്ടില്ല. കാരണം UAE രൂപീകരിച്ചതിന് ശേഷം രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പെരുമഴയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഷാർജയിൽ മലയാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളിൽ വെള്ളം കയറി നശിച്ചിട്ടുണ്ട്. റോഡരികിലും ബിൽഡിങ്ങിനോട് ചേർന്ന സ്ഥലങ്ങളിലും നിർത്തിയിട്ട വാഹനങ്ങളാണ് ഇത്തരത്തിൽ വെള്ളത്തിൽ മുങ്ങിയത്. ദുബായ് ഇന്റർനാഷണൽ സിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കാറുകൾ വെള്ളത്തിൽ മുങ്ങിയതായുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം ബഹുനില കെട്ടിടങ്ങളുണ്ട്. ഇവയുടെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്കും ചിലയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെയും കാറുകൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. എന്തായാലും എത്ര വലിയ നാശനഷ്ടം ാണ് ഇവിടെ ഉണ്ടായത് എന്നത് നമുക്ക് വരും മണിക്കൂറുകളിൽ കൃത്യമായി മനസ്സിലാകും. അനുജ സൂചിപ്പിച്ചതുപോലെ ദുബായിലെ വലിയ മോളുകളിൽ, മാൾ ഓഫ് ദി എമിറേറ്റ്സ് അടക്കമുള്ള ചില ഷോപ്പിംഗ് മാളുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. എല്ലാ എമിറേറ്റുകളിലും സമാനമായ അവസ്ഥയാണെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അജ്മാനിലും ഷാർജയിലും ചിലയിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി ഉപകരണങ്ങൾ നശിച്ച റിപ്പോർട്ടുകളും വരുന്നുണ്ട്. നിരവധി ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ പ്രതിസന്ധി രൂക്ഷം. വെള്ളത്തിൽ അകപ്പെട്ട വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ച ആളുകൾക്ക് പോലീസിന്റെ വെബ്സൈറ്റിൽ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാമെന്ന് അധികൃതർ ഇപ്പോൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നാശനഷ്ട സർട്ടിഫിക്കറ്റ് ഓൺലൈനായി നൽകുന്നുള്ള സൗകര്യമാണ് ഇപ്പോൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ കളഞ്ഞു കിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇത് എത്തിക്കണമെന്ന് റാസൽ ഖൈമ പോലീസും ജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷാർജയിൽ പല കമ്പനികളുടെയും വെയർ ഹൗസുകൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഇവിടെ ടാങ്കറുകൾ എത്തിച്ചടക്കം ഇവിടെ വെള്ളം നീക്കം ചെയ്യുന്ന നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിമാന സർവീസുകളെയും ബസ് സർവീസുകളെയും മെട്രോ സർവീസുകളെയും ഈ ഒരു മഴ കാര്യമായി തന്നെ ബാധിച്ചു എന്നതാണ്. ദുബായ് മെട്രോ പൂർണ്ണതോതിൽ ഇപ്പോഴും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. കാരണം പലയിടങ്ങളിലും അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ്. ഈ മഴ ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നു. ഇനി വരും മണിക്കൂറുകളിലെ മഴ മുന്നറിയിപ്പൊക്കെ എങ്ങനെയാണ്? മഴ ഇതുപോലെ തുടരാനുള്ള സാധ്യതയുണ്ട് എന്നെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധി രൂക്ഷമാക്കുമല്ലോ. തീർച്ചയായും ദുബായ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് വരുന്ന 5 ദിവസത്തേക്ക് ഇത്തരത്തിലുള്ള മഴയുടെ ഒരു മുന്നറിയിപ്പും ഇല്ല. അന്തരീക്ഷം ഇതേ രീതിയിൽ തന്നെ തെളിഞ്ഞ രീതിയിൽ നിലനിൽക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അപ്പോൾ പൂർണ്ണമായും തന്നെ ഇവിടെയുള്ള വെള്ളക്കെട്ടുകൾ സുഗമമായി നീക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ജനജീവിതം സാധാരണഗതിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്ഥിതിഗതികൾ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും. എന്തായാലും വിമാനത്താവളങ്ങളിൽ അടക്കം പൂർവ്വസ്ഥിതിയിലേക്ക് വരും മണിക്കൂറുകൾ തന്നെ വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ മറ്റന്നാളും ഷാർജ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്കൂളുകൾ ഓൺലൈൻ ആയിരിക്കുമെന്ന് എമിറേറ്റ് സ്കൂൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുണ്ട്. ശരി, ദുബായിൽ നിന്നുള്ള വിവരങ്ങളാണ് അരുൺ പാറാട്ട് നൽകിയത്. ഇപ്പോൾ മഴ ഒഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ വെള്ളക്കെട്ട് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ മഴയുണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന ആശ്വാസകരമായ വിവരം കൂടി അരുൺ പാറാട്ട് പങ്കുവയ്ക്കുന്നുണ്ട്.